എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ അതെ, അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? യെസ് ഗൈസ്, ഈറ്റിംഗ് ചലഞ്ച് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ചലഞ്ച്. യെസ്, ബട്ട് ഈറ്റിംഗ് ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ മെലൺ ഈറ്റിംഗ് ആണ് കേട്ടോ. യെസ്, പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടില സംഭവമാണ്. പക്ഷെ അവസാനം ഇയർ പുള്ളിങ് കിട്ടും. അത് ഡബിൾ ഇയർ പുള്ളിങ് ആണ്. ഡബിൾ ഇയർ പുള്ളിങ്, അതായത് സിറ്റിംഗ് ആയിരിക്കും, ഇരുന്നിട്ടായിരിക്കും ഇതിന്റെ അവസാനം ഇയർ പുള്ളിങ് കിട്ടുന്നത്. ഒരിടത്ത് ഇരിക്കുക, ഇരുന്നതിന് ശേഷം ഏകദേശം 30 സെക്കൻഡ് ആണ് ഇയർ പുള്ളിങ് കിട്ടാൻ വേണ്ടി പോകുന്നത്. മൈ ഗോഡ്. സോ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർ പുള്ളിങ് വിത്ത് വാട്ടർ മെലൺ ചലഞ്ച് ആണ്. വാട്ടർ മെലൺ ചലഞ്ചിന്റെ വേറെ പ്രത്യേകത ഉണ്ട്. അത് നമ്മള് പണ്ട് വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്ന അടിച്ച് തീറ്റിക്കുന്ന കാലമായിരുന്നു. അതെ, ആ കാലം പോലെ ഇന്ന് അടിച്ച് തിന്ന് തീർന്നില്ലെങ്കിൽ അടിച്ച് പിഴിയും. അല്ല, ഇതിനകത്ത് വേറൊരു ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരാത്ത വാട്ടർ മെലൺ ഉണ്ട്. അതായത് തോൽക്കുന്ന ആൾക്ക് നമ്മൾ ശിക്ഷ ചെവിഞ്ഞിടും. അതായത് ഇയർ പുള്ളിങ് കിട്ടുമ്പോ, അതായത് അവരിരിക്കും, ഇരുന്നിട്ടാണ് ഇയർ പുള്ളിങ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ തീരാനുള്ള ബാക്കിയും കൂടെ ആ സമയത്ത് ആ ഇരുന്ന് നുള്ളു കൊള്ളുന്ന ആള് കഴിച്ചോണ്ടിരിക്കണം. Oh my God. Okay, so this is uncyclable challenge ആണ് guys. അപ്പൊ സോ അത് മാത്രമല്ല, ഈ വാട്ടർ മെലൺ ചലഞ്ചിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ മെലൺ നമ്മൾ കഴിക്കുന്നത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടാണ്. കണ്ണാലല്ലേ മനസ്സിലാവുള്ളൂ ഇവൻ എത്ര തിന്നില്ല എന്നൊക്കെ. നമുക്ക് നോക്കിക്കൊണ്ട് തിന്നുന്നതിനെക്കാട്ടി നല്ലത് ബ്ലൈൻഡ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും. അതെ അതെ അതെ, നമ്മൾ കണ്ണ് കെട്ടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും എന്താണ് വാട്ടർ മെലൺ കഴിക്കാൻ വേണ്ടി പോകുന്നത്. എനിവേ, ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ ഗൈസ്, അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ മെലൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 പീസാക്കും. ആ പീസിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള 2 സ്പൂൺ ഉണ്ട് കേട്ടോ. ഈ സ്പൂൺ വെച്ചിട്ടുണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. അവിടെ എങ്ങനെയാണ് എന്താണ് നീ പറയുന്നത്? ഇവളിപ്പോഴേ തിന്നാനുള്ള റെഡി ആയിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. വാട്ടർ മെലനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പോലെ ഉണ്ടോ? ഇതിന് നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്ന് പറയും, അതുപോലെ തന്നെ ബത്തക്ക എന്ന് പറയും. പിന്നെ എന്താണ് അങ്ങോട്ട് പറയുന്നത്? പിന്നെ നമ്മുടെ നാട്ടില് തണ്ണിമത്തൻ എന്ന് പറയും. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയൂന്ന് നിങ്ങൾ കമന്റ് ചെയ്യാ. ഈ 2 പീസ് ആക്കണ്ടേ? അപ്പൊ നമ്മളിതാ ഇത് നമ്മൾ 2 കഷ്ണമാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ഗൈസ്, 2 കഷ്ണം 2 പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് എനിക്ക് ഇത്രയും ഞാൻ ആദ്യമായിട്ട് ഇത്രയും കറക്റ്റ് ഷേപ്പിൽ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷനോ. അപ്രീഷിയേറ്റ് മൈ ഗേൾ, അല്ല ബോയ്. അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സൈസ് ആക്കിയിട്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. സോ അപ്പൊ നമ്മുടെ വാട്ടർ മെലൺ ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കറക്റ്റ് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വാട്ടർ മെലൺ ചലഞ്ചിലേക്ക് നമ്മൾ പോവാം. ഇവൾക്ക് തണ്ണിമത്തം കൊടുക്കുന്നതിന് മുന്നേ എന്താക്കണം? നമുക്ക് കണ്ണ് കെട്ടണം. കണ്ണ് കെട്ടിയതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. കുറച്ചെങ്കിലും ഗ്യാപ്പ് തരുമോ? ഗ്യാപ്പ് ഒന്നും ഇല്ല എന്റെ മോളെ. ഗ്യാപ്പ് കിട്ടി എത്രയാണ്? അങ്ങനെ നോക്കണ്ട, ഇവൾക്കുള്ള നമുക്ക് വാട്ടർ മെലൺ കൊടുക്കാം. ഇതിനകത്ത് ഏത് വേണമെന്ന് ഇവള് ചൂസ് ചെയ്തോളും. കാരണം കണ്ണ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഇപ്പം ഏത് വേണമെങ്കിലും ഇവൾക്ക് ചൂസ് ചെയ്യാലോ. അപ്പം 2 ഒരേ ഷേപ്പ് ആണെന്ന് നമ്മൾ കണ്ടു, നിങ്ങളും കണ്ടു, അതായത് അമ്മക്കുട്ടി കണ്ടു, നമ്മൾ 2 പേരും കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് വേണമെങ്കിലും അമ്മൂട്ടി സെലക്ട് ചെയ്തോ. എന്റെ റൈറ്റ് ഹാൻഡിലുള്ളത് വേണോ? സോറി, എന്റെ റൈറ്റ് ഹാൻഡിലുള്ളത് വേണോ? എന്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ളത് വേണോ? നോക്കിയിട്ടൊന്നും തരത്തില്ല. ഏതാ വേണ്ടേ? റൈറ്റിലുള്ള വേണം. ഓക്കെ, ഇതാ പിടിച്ചോളൂ. ഇതാ അമ്മുവിനുള്ളത് കൊടുത്തിട്ടുണ്ട്. എനിവേ, അമ്മുവിന് ഇതാ ഒരു സ്പൂണ്, 2 സ്പൂൺ ഒരേ ഷേപ്പ് ആണ് കേട്ടോ. ഇതാ അമ്മേ, ഇതാ 2 സ്പൂൺ ഒരേ ഷേപ്പ് ഉള്ള സ്പൂണാണ്. അതിനകത്ത് ഒരു സ്പൂൺ എടുത്തോളൂ. കഴിക്കാനായില്ല, ഞാനിവിടെ കണ്ണ് കെട്ടിട്ട്. എന്റെ കണ്ണ് കെട്ടാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു തെണ്ടിയുടെ ആവശ്യം എനിക്ക് വേണ്ട. എന്റെ കണ്ണ് ഞാൻ തന്നെ കെട്ടിയിരിക്കണം. ഇത് ആഫ്റ്റർ വീഡിയോയ്ക്ക് ശേഷമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് പെട്ടുപോയല്ലോ. ഞാനൊക്കെ പോയി തണ്ണിമത്തനൊക്കെ ഞാൻ എടുക്കൂ. വാട്ടർ മെലൺ ഞാൻ എവിടെയും കൊണ്ട് വെച്ചല്ലോ ഗൈസ്.
അത് കാണുന്നില്ല. ഇനിയിപ്പോ രണ്ട് അണ്ണന്മാരാണേ. ഇതെന്താ പറയോ, ഈ സാധനം രണ്ടും വെച്ചത്, അത് ഈ സ്പൂണും ഈ വാട്ടർമെലനും വെച്ച് ഒരു ഏരിയ എനിക്കറിയാം. അങ്ങനെ കറക്റ്റ് പോയിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡാണ്. അവസാനം ഇത് റെക്കോർഡ് ആയില്ലാതുണ്ടെങ്കിൽ ഞങ്ങളുടെ ചങ്കത്തടിക്കും. എനിവേ തുടങ്ങാം ഗൈസ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. കാണുന്നില്ലല്ലോ. റെഡി ഉണ്ടോ? പറ്റുന്നുണ്ടോ? എവിടേക്ക് പോയിടും. ഇതെവിടേക്ക് പോകുന്നുണ്ടടി. കിട്ടുന്നില്ല. കണ്ണ് കാണാത്തവരാണ്. തോന്നിട്ട് വരുന്നുണ്ടോ? നിനക്ക് കിട്ടുന്നുണ്ടോ? ആദ്യമൊക്കെ നല്ല നല്ല ടേസ്റ്റാ, പിന്നെ മടുപ്പാകുമ്പോ കിട്ടുന്നില്ലല്ലോ. ഇത് എല്ലാത്തൊരു ചന്തായിപ്പോയി. തിരക്കിലാണോ ദാസ? എന്റെ തീരാറായ കേട്ടോ. പിന്നെ അയ്യോ പോയി. തനിക്കൊരു താഴെ അയ്യോ തിരിച്ചന്റെ കൊതിയാണ് താഴെ പോയത്. നീ തിന്നുന്ന തിരക്കിലാണോ? നീ എന്നെ ആക്രമണ പൂത്താണ്. കിട്ടുന്നില്ലല്ലോ. ഇത് കറക്റ്റ് വായിലോട്ട് കിട്ടും. വയറ് നിറഞ്ഞു തുടങ്ങി. ഇനി പോകുന്നില്ല എന്ന് തോന്നുന്നു. മെല്ലെ തിന്നുന്ന, പക്ഷെ ഇത് എനിക്ക് ഇത്ര ആയി കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉള്ളു, തീർക്കണം. എവിടേക്കോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വായിലേക്ക് കിട്ടാനാണ് ഇതെന്ത്? ഇപ്പൊ ഞാൻ ഇളക്കിയ സാധനം പോയോ? താഴെ വീണിട്ടുള്ള പനിഷ്മെന്റ് ഉണ്ട്. ഈശ്വര, എന്റെ അവിടെ വീണിട്ടുണ്ടാകും. താഴെ നിന്നതെല്ലാം കാണാം. സമയം കഴിയാനായോ? ഗൈസ്, സമയം തിക്കണ കേട്ടോ. അങ്ങനെ ഞങ്ങള് നോക്കാം കഴിച്ചത് എത്രത്തോളായിരുന്നു. ഇതന്നെ ജ്യൂസ് കലക്കി വെച്ചേക്കോളൂ ഗൈസ്. ഇതൊക്കെ ജ്യൂസ് കലക്കി വെച്ച്. പക്ഷെ ഗൈസ് നിങ്ങൾ നോക്കട്ടോ, ദാ എനിക്ക് ഇത്രത്തോളം ഉണ്ട്. നിന്റെ കാണിച്ച്. ഇവള് ഫുള്ള് ജ്യൂസി ആക്കി വെച്ചേക്കാ. ഇവള് ഫുള്ള് ജ്യൂസി ആക്കി വെച്ചേക്കുവാ. വേണ്ട നമ്മൾ നോക്കിക്കൊണ്ട് വേണ്ട വേണ്ട തുറന്നിട്ട് സെക്കൻഡ് തന്നാ മതി. 2 സെക്കൻഡ്. ഗെയിമിന്റെ റൂൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവള് പറയുന്ന എന്നോട് ജയിക്കാൻ ലോട്ടനായോ പറഞ്ഞോണ്ട് വരുന്നത്. അമ്മൂട്ടിക്കുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ, കഴിച്ചോ. 30 സെക്കൻഡ് ആണ് ഇയർ പുള്ളിങ് കിട്ടാൻ വേണ്ടി പോകുന്നത്. കഴിച്ചോണ്ടിരുന്നോണം. ഇയർ പുള്ളിങ് കിട്ടിയാൽ എന്താ, ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. റെഡി 1 2 3 സ്റ്റാർട്ട്. കഴിച്ചോ. നീ കഴിക്കടി. എങ്ങനെയുണ്ട് വാട്ടർമെലൻ ചലഞ്ച്? എനിക്കാണ് കിട്ടിയത്. അപ്പൊ ടീച്ചർ സന്തോഷായില്ലേ? അത് മാത്രമല്ല, ഇവളായിരുന്നു ഏറ്റവും കൂടുതൽ ആകാംക്ഷ. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ തീർക്കൂന്ന്. പക്ഷെ കണ്ണടച്ചിട്ടില്ല, പറ്റുന്നില്ല. ഫുള്ള് എങ്ങോട്ടേക്കാ പോന്നേന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ചെത്തിയിട്ട് നേരെ വീഴുന്നുമില്ല, ഒന്നും ആണില്ല. പിന്നെ ചെത്തി മാത്രമേ ഉള്ളൂ. ഇവള് ചെത്തി ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഞാൻ കഴിച്ചതും ഏകദേശം കുറെയൊക്കെ താഴെ പോയി. എനിവേ എന്താണെന്നുണ്ടെങ്കിൽ വയറ് നിറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതെ നിങ്ങളെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.